ഹായ് സുഹൃത്തുക്കളെ, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. ഇന്ന് എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഉറക്ക ചിരിച്ചുകൂടാ? അതൊരു ചോദ്യമല്ലേ? സ്ത്രീകൾ ഉറക്ക ചിരിച്ചാൽ അവർ മോശക്കാരാണോ? കുറേ ആളുകൾക്ക് ഇപ്പോഴും മാറ്റമില്ല. സ്ത്രീകൾ ഉറക്ക ചിരിക്കാൻ പാടില്ല, ചിരിച്ചാൽ പറയും അഹങ്കാരികളാണ് ചിരിക്കുന്നതെന്ന്. പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ ഉറക്ക ചിരിക്കാൻ പാടില്ല, ഉറക്ക മിണ്ടാൻ പാടില്ല, ഭർത്താവിൻ്റെ കൂടെ ഉറക്ക സംസാരിക്കാൻ പാടില്ല, അടുക്കളയിൽ ഒതുങ്ങി കഴിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആര് വന്നാലും പുറത്ത് വരാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. കുടുംബത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല, പുരുഷന്മാർ അഭിപ്രായം പറയും. അവിടെ സ്ത്രീകൾക്ക് അതിനൊരു അധികാരവുമില്ല, സ്ത്രീകൾക്ക് അങ്ങോട്ട് വരാനേ പാടില്ല. അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പുരുഷന്മാർ തീരുമാനിക്കും, അത് സ്ത്രീകൾ അനുസരിക്കുക എന്നുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം ആ കാലമൊക്കെ കടന്നുപോയി, കാലമൊക്കെ മാറി. അപ്പം കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസമായി, അവർ ചിന്തിക്കാൻ തുടങ്ങി, ആളുകളുമായിട്ട് മിണ്ടാൻ തുടങ്ങി. സ്ത്രീകളും പുരുഷന്മാരൊപ്പം ഇരുന്ന് സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവർ തുടങ്ങി. ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ സ്ത്രീകളോട് അഭിപ്രായം ചോദിക്കാനും തുടങ്ങി. അങ്ങനെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാനായി. അങ്ങനെ പല പല മാറ്റങ്ങളും വന്നു. പക്ഷേ എന്നിട്ട് മാറാത്ത കുറേ ആളുകളുണ്ട്. കുറച്ച് പുരുഷന്മാരും കുറച്ച് സ്ത്രീകളും. സ്ത്രീകൾ ചിരിക്കാൻ പാടില്ല, ഉറക്ക വാവയ്ക്കാൻ പാടില്ല. ഇതിപ്പം ഞാനിവിടെ പറയാനൊരു കാരണമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പണ്ട് ഞാൻ ഉറക്കെയൊന്നും ചിരിക്കില്ല. ചിരി വന്നാലും പിടിച്ച് വയ്ക്കും. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും, ഇവിടെ ഉറക്ക കിടന്ന് ചിരിക്കുന്നല്ലേ എന്ന് വിചാരിച്ച് പയ്യെ ചിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. എൻ്റെ നല്ല മിക്ക സ്ത്രീകളും അങ്ങനെയാണ്, ഉറക്കമൊന്നും ചിരിക്കില്ല. ചിരിക്കാനൊരു പേടി. ആളുകൾ ഇനി എന്ത് വിചാരിക്കും ഇങ്ങനെ ഉറക്ക ചിരിച്ചാലെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്, ഞാനുൾപ്പെടെ കുറേ സ്ത്രീകൾ. പക്ഷേ പെട്ടെന്ന് എനിക്കൊരു മാറ്റം ഉണ്ടായി. ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അങ്ങനെ കുറേ കൂട്ടുകാരെ കിട്ടി. അവർ കോമഡി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സറിയാതെ, എൻ്റെ ഉള്ളിൽ ഇത്രയും ചിരി ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഉറക്കെ ചിരിച്ചു. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇത്രയും ചിരിക്കുമെന്ന് എനിക്ക് എൻ്റെ വീട്ടുകാർക്കോ ആർക്കും അറിയില്ല. അങ്ങനെ ഞാൻ ഉറക്കെ ചിരിച്ചു. അപ്പോഴാണ് ഓരോരുത്തർക്ക് പ്രശ്നം, ഇവളെന്തിനാണ് ചിരിക്കുന്നത്? സ്ത്രീകൾ ഇങ്ങനെ ചിരിക്കാൻ പാടുണ്ടോ? പാടില്ല. എന്തിനാണ് ചിരിക്കുന്നത്? ലൈവിൽ ഇത്രയും ഉറക്ക ചിരിക്കുന്നതിന്, ഇത്രയും ഉറക്ക സംസാരിക്കുന്നതിന് എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ സമൂഹമല്ലേ, ഒരു നാട്ടിൻപുറമല്ലേ. അങ്ങനെ കുറേ ആളുകൾക്ക് ഇതൊക്കെ ഒരു തോന്നലായി തുടങ്ങി. കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ ചിരി കണ്ടില്ലേ, ഇവളെന്തിനാ ചിരിക്കുന്നതെന്ന്. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, വേണ്ട ഇനി ചിരിക്കണ്ട എന്ന്, പെയ്യേ ചിരിക്കാവൂ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് ലൈവിലിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ചിരിക്കണം, ചിരിക്കുന്നതിനെന്താ, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നിങ്ങൾക്കെന്താ, നിങ്ങൾ ചിരിക്കുക ചേച്ചി, അതാണ് നിങ്ങൾ ചിരിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. പലരും പല അഭിപ്രായം പറയും, അതൊന്നും നോക്കണ്ട, ചേച്ചി ചിരിക്കണമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞ് ചിരിക്കില്ല എന്ന്. പക്ഷേ അവരെന്നെ ചിരിപ്പിക്കാൻ വേണ്ടി ഓരോ കോമഡികൾ പറഞ്ഞു. ഞാൻ പിന്നും അറിയാതെ ഉറക്കെ ചിരിച്ചു പോകും. ചിരിച്ചു പോകുമ്പോൾ പിന്നെയാണ് ഓർമ്മ വരുന്നത്, അയ്യോ ആളുകൾ ഞാൻ ചിരിക്കുന്നതിന് വല്ലതെങ്കിലും പറയുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചിരി അടക്കും. അങ്ങനെ ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നടക്കുന്നില്ല. എൻ്റെ കൂട്ടുകാർ എന്നെ സമ്മതിക്കത്തില്ല. എന്തായാലും ഞാൻ ഉറക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിഷമം ഞാൻ എൻ്റെ മോളെടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്, നാട്ടുകാരെ കണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ സന്തോഷം നമുക്കാണ്. അല്ല, നാട്ടുകാരെ സുഖിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് സന്തോഷം ഒന്ന് കാണുന്നത് നമ്മൾ ചിരിക്കണം. അതിന് നാട്ടുകാരെ പേടിക്കുന്നത്, അവരെ ചിലവിലാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ല, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത്. പലരും പലതും പറയാം, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവർക്കൊന്നും പറയാൻ കിട്ടാതിരിക്കുമ്പോൾ അവരിത് പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അവരത് നിർത്തിപ്പോവും. അങ്ങനെയാണ് കുറേ ആളുകൾ. അതൊന്നും അമ്മ മൈൻഡ് ചെയ്യേണ്ട. അമ്മയുടെ സന്തോഷം, അമ്മയ്ക്ക് ചിരിക്കാൻ തോന്നിയാൽ അമ്മ ഉറക്കെ തന്നെ ചിരിക്കുക. എന്തിനാ പേടിക്കുന്നത്? ഒരുത്തരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോള് എന്നെ ഉപദേശിച്ചു. എൻ്റെ മോളുടെ വാക്ക് കേട്ട് ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ ഇഷ്ടമാണ് ഞാൻ ചിരിക്കുന്നത്, ഞാൻ ചിരിക്കും. ഇഷ്ടമുള്ളവർ കാണട്ടെ, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇങ്ങനെ പറയുന്നവരോടും ചിന്തിക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ, നിങ്ങളും ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും. നിങ്ങളുടെ മനസ്സ് ഹാപ്പിയാവും. ആരെയും ദ്രോഹിക്കണമെന്നോ ആരെയും കുറ്റം പറയണമെന്നോ തോന്നില്ല. ഇത്രയും പറഞ്ഞു നിർത്തുന്നു.